അപ്പോൾ എല്ലാവർക്കും ദി അൺടൈംഡ് ലെൻസ് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഹായ് കൂടെ ഉള്ളത് സ്വരൂപും സിബുവാണ്. ഹായ് അപ്പം സ്വരൂപ്, നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചെന്താണ്, കഴിഞ്ഞ തവണ എങ്ങനെ ഒരു ആഫ്രിക്കൻ ട്രിപ്പിന് എപ്പോഴാണ് നമ്മൾ റെഡി ആകുന്നത്, അല്ലേ? അതെ പോകാൻ നമ്മൾ എങ്ങനെ അതിനെ പ്രിപ്പയർ ചെയ്തതെല്ലാം നമ്മൾ തയ്യാറാണെന്ന് ഡിസ്കസ് ചെയ്തു. തോന്നുന്നത്, അത് നമുക്ക് തന്നെ തോന്നുന്നത്, അല്ലേ, ആസ് അതെ എ ഫോട്ടോഗ്രാഫർ. അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ നേരം നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ചെന്നാലുള്ള ഒരു ബേസിക് എക്സ്പീരിയൻസുകൾ, അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്. അപ്പോൾ നമുക്ക് ഇത്തവണ എന്തായാലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മൾ നമ്മൾ കണ്ട സഫാരിയെക്കുറിച്ചും നമ്മൾ കണ്ട സൈറ്റിങ്സുകളെ കുറിച്ചും അതിന് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ക്യാമറകളാണ്, ലെൻസാണ്, ഏതൊക്കെ ഫ്രെയിംസ് ആണ് നമ്മൾ ട്രൈ ചെയ്തത്, അല്ലേ? ഇതൊക്കെ നമുക്കൊന്ന് കുറച്ച് വിശദമായിട്ട് നോക്കാൻ തോന്നും, അല്ലേ? ശരിയല്ലേ? അതെ ശരി അപ്പോൾ നമുക്ക് ശരി ആദ്യത്തെ ദിവസത്തിന് തുടങ്ങാം. നമുക്ക് ആംബോസിലി, അല്ലേ? ആംബോസിലിയാണ് അതെ ആദ്യത്തെ 1.5 ദിവസം നമ്മൾ ആംബോസിലിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അന്ന് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ ആനകളാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റ് അവിടെ. അപ്പം നമ്മുടെ ലക്ക് എന്ന് പറയാൻ മതി, നമ്മൾ ചെന്ന് വൈകുന്നേരം നമ്മൾ ഒരു ദിവസം 1.5 ദിവസം സഫാരിയിൽ ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യത്തെ സഫാരി ചെയ്യുന്നത്. അപ്പം അതിൽ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഒരു 20-25 ആനകൾ ഒരുമിച്ചുള്ള ഒരു ഗ്രൂപ്പ്, അല്ലേ? അതെ അപ്പോൾ ആ ഗ്രൂപ്പ് എൻ്റെ അത് നമ്മൾ ആദ്യം കാണുന്നതിന് അതിലൊരു യങ് കാഫ് മണ്ണ് പറത്തി കളിക്കുന്നതായിരുന്നു. അതെ കളിക്കുന്നതാണ് നമ്മൾ ആദ്യം കാണുന്നത്. അതൊന്ന്. അതെ അതുപോലെ തന്നെ 2 കാഫുകൾ തമ്മിൽ ഗുസ്തി, അല്ലേ? അതുപോലെ ഒരു മെയിൻ ഒരു കുട്ടിയാന ബാക്കിയുള്ള ആനകൾ ചുറ്റും കിടന്ന് ഓടുന്ന അതെ ഒരു സീൻ സൈറ്റിങ്, കുറച്ച് ഫണ്ണി മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അതെ ഫണ്ണി മൊമെന്റ്സ് ആണ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഈ ഡിസ്റ്റൻസ് ആയിരുന്നു അത്, അല്ലേ? അതെ, കുറച്ച് കുറച്ച് ഡിസ്റ്റൻ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ, ആയിരുന്നു. അല്ലേ, എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സൂം ലെൻസ് ഉപയോഗിച്ചിട്ടാണ്. അതെ അത്യാവശ്യം, അല്ലേ? സ്വരൂപ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ആ, ഞാൻ അവിടെ എൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരെയായിരുന്നു. എസ്പെഷ്യലി സബ്ജക്റ്റ്. അംബോസിലിയിൽ നമുക്ക് ഓഫ് റോഡിങ് അതെ. ഇല്ലാത്ത കാരണം ഉം. എലിഫൻസിൻ്റെ ആ ഒരു ഹേർഡ് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസിലായിരുന്നു, കുറച്ച് ദൂരത്ത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളുടെ ടെലി ലെൻസ് ഉപയോഗിച്ച് എൻ്റെ കയ്യിലുള്ള 400 ഉപയോഗിച്ചാണ് ഞാൻ ആദ്യം ഫോട്ടോസ് എടുത്തത്. അപ്പോൾ എൻ്റെ മെയിൻ ക്യാമറയിൽ ഞാൻ എൻ്റെ 400 വെച്ചിട്ട് കുറച്ച് ഉം. ഡിസ്റ്റൻസ് ഷോട്ട്സ് എടുത്തു. അത് അതെ. കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് നമ്മളുടെ സൈഡിലോട്ട് ആ ഹേർഡ് ഇങ്ങനെ പതുക്കെ ഉം. ഒരു ഫീമെയിൽ എലിഫൻ്റ് ഫ്രണ്ടിലും ബാക്കിയുള്ള ചെറിയ എലിഫൻസ് എല്ലാം മോസ്റ്റ്ലി കപ്സിനെ അവരെപ്പോഴും മിഡിൽ സെക്യൂർ ചെയ്തിട്ടായിരുന്നു ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെ, പതുക്കെ അതെ. നമ്മളുടെ വൈഡ് ആംഗിൾ വെച്ചിട്ട് നമുക്ക് കുറച്ചധികം ഷോർട്സ് സമയം കിട്ടി. കിട്ടും. നമുക്ക് നമ്മളെ ക്രോസ് ചെയ്ത് പോയി, ഓർമ്മയുണ്ടോ? നമ്മളെ ക്രോസ് ചെയ്തു, അതെ, റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി. ഹേർഡ് മുഴുവൻ ആ നമ്മൾ സമയത്ത് ക്രോസ് ചെയ്ത്. വലിയൊരു സ്റ്റോം ക്ലൗഡ്സ് എല്ലാം വന്ന് മൊത്തം അതെ, കറുത്തി അതെ, ഇരുണ്ട്, അത് നല്ലൊരു എക്സ്പീരിയൻസും അതെ. ആയിരുന്നു. അതിൽ ഞാനൊരു എന്താ പറയുക, ഒരു ഫ്രെയിം ഞാനത് അതെ സെറ്റ് അതെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു നമ്മൾ വൈഡ് ഡിസ്കസ് ആംഗിൾ. ചെയ്തായിരുന്നു. അതെ അതെ, അതെ, ഒരു വൈഡ് ആംഗിൾ, ഒരു ആന ഏറ്റവും ലാസ്റ്റ് പോയ, എനിക്കൊന്നത് ഫീമെയിൽ എലിഫൻ്റ് ആണെന്ന് തോന്നുന്നു. അതെ ആ ഫ്രെയിമിൽ കാർമേഘത്തിന് താഴെ കിട്ടിയൊരു ഷോട്ട് ഉണ്ടായിരുന്നു. അത് ഫുള്ള് ഇരുണ്ടിരിക്കുന്ന ഒരു ഷോട്ടാണ്. ഫുള്ള് അതെ അതെ അതെ, അതെ, ഞാനത് ലൈറ്റിന്റെ ഒരു കണിക പോലും ഇല്ല. കണിക പോലും ഇല്ലാത്തൊരു ഷോട്ടില്. അതെ. അതെ അപ്പം അതൊരു അങ്ങനെ. വേറൊരു ഫിലിം, ഫുള്ളി ഒരു എന്താ പറയുക, ഒരു ബ്ലൂയിഷ് അതെ, എന്താ പറയുക, ഒരു ടിൻറ്റുള്ള ഒരു കളറുള്ള ടിൻ്റുള്ള. ഒരു കറക്റ്റ്, ഫ്രെയിമായിരുന്നു. അതെ കറക്റ്റ്. അതുപോലെ തന്നെ ഇപ്പം ബേസിക്കലി ഇപ്പം സ്വരൂപ് പറഞ്ഞത്, നമ്മളൊരു ഒരു അഷുറൻറ്റ് സബ്ജക്റ്റ് കിട്ടിയെന്ന് അഷുർ ചെയ്യുന്ന ഒരു ഷോട്ട് എടുക്കുക ആ എന്നുള്ളതാണ് നമ്മൾ അതെ മിക്കവാറും ഞാൻ ആദ്യം ചെയ്യുന്നത്, അല്ലേ? ചെയ്തത് അങ്ങനെയാണ്. ആ, അതെ ഞാൻ അങ്ങനെയാണ് അതെ, ചെയ്തത്. കാരണം കുറച്ച് ദൂരെ ഒരു സബ്ജക്റ്റ് കുറച്ച് ദൂരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷോർട്ട് ടെലിഫോട്ടോയോ അല്ലെങ്കിൽ വൈഡ് ആംഗിൾ വെച്ചിട്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് ലൈറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് നല്ല ഷോട്ട് കിട്ടണം, അത്രയും നല്ല ഷോട്ട്സ് ബുദ്ധിമുട്ടാണ്. കിട്ടാൻ വളരെ പാടായിരിക്കും. അതെ, അപ്പോൾ ബേസിക്കലി ഞാൻ ചെയ്തത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടെലിഫോട്ടോ വെച്ചിട്ട് ഞാനൊരു മണി ഷോട്ട് എന്ന് പറയും ചില ആൾക്ക് ഇൻഷുറൻസ് ഷോട്ട് എന്നൊക്കെ പറയും. അപ്പോൾ അത് ഉം. ആദ്യം എടുത്തു വെച്ചിട്ട് ആ, പിന്നെ അവർ
അവരുടെ നീക്കങ്ങൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത. അപ്പോൾ അതെ അതനുസരിച്ചിട്ട് നമ്മൾ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നല്ല കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നമ്മളുടെ ഒരു വെറൈറ്റി ലെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ 2-3 ലെൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, വൈഡ് ആംഗിൾ ആണെങ്കിലും ഷോർട്ട് ടെലിഫോട്ടോ ആണെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവുമെന്ന് പറഞ്ഞത് ഇങ്ങനത്തെ പലതരത്തിലുള്ള സിറ്റുവേഷൻസിലാണ്. ഷോട്ടുകൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും അല്ലേ? അതെ അതെ അതെ. ഒരു സെക്കൻഡ് പ്രത്യേകിച്ച് ബോഡി ഈ ഉണ്ടെങ്കിൽ ക്യാമറ, കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, വൈഡ് ആംഗിൾ നമ്മൾ അതെ പറഞ്ഞ പോലെ. ആ അപ്പം ശരിയല്ലേ? ഞാൻ ചെയ്തത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരുന്ന നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തപ്പോൾ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു മറ്റേ ഫീമെയിൽ എലിഫൻറ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഉം, നമ്മൾ പെട്ടെന്ന് നമ്മളുടെ ഷോർട്ട് ടെലിഫോട്ടോ മാറ്റി. ഞാൻ എൻ്റെ ഷോർട്ട് ടെലിഫോട്ടോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ബോഡിയിൽ. ഉം, ഞാൻ അത് ഉം. മാറ്റിയിട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 28-200 എൻ്റെ വൈഡ് ആംഗിൾ എടുത്തു. ഓക്കെ എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെയാണ് ഇപ്പോൾ ശരി. നേരത്തെ സിബു പറഞ്ഞ ഈ എന്താ പറയുക, ഈ ക്രോസിങ്ങും അതുപോലുള്ള ഈ ആ സ്റ്റോമിലുള്ള സ്റ്റോം ക്ലൗഡ്സിലുള്ള ആ ഫോട്ടോസ് ഒക്കെ ഫോട്ടോസൊക്കെ കിട്ടുന്നത് കിട്ടിയത്. അല്ലേ? അതെ അതെ ശരി. അങ്ങനെ രണ്ടാമത്തെ ദിവസം എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ നമ്മൾ വീണ്ടും ആനകളെ ചേസ് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ അതെ. ഉദ്ദേശം അമ്പസ്വലി ആംബോസിലിയിൽ. ആനകളാണല്ലോ. അതെ അതെ അതെ. അപ്പോൾ അതിൽ നമുക്കൊരു ചെറിയ ഗ്രൂപ്പിനെ കിട്ടി അല്ലേ? ചെറിയൊരു ഹേർഡിനെ കിട്ടി. എനിക്ക് ആ തോന്നുന്നൊരു ചെറിയ ഹേർഡ്. ഒരു അതെ 3-4 4-5 ഫീമെയിൽ ഫീമെയിൽസ് ഉണ്ട്. എലിഫൻസും എനിക്കൊന്ന് 2-3 കാഫ്സും ഉണ്ടായിരുന്ന ഒരു ചെറിയ 3 ഹേർഡിനെ, കാഫ്സ് അങ്ങനെ ഒരു ഉണ്ടായിരുന്നു. അതെ അതെ അതെ, ഒരു ചെറിയ ഹേർഡിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ചെറിയ അപ്പം ഹേർഡ് നമ്മൾ ഉണ്ടായിരുന്നു. അതാ ആ പോണ്ട് ആ ലേക്കിന് അടുത്തായിരുന്നു കിട്ടിയത്. അപ്പം അതെ നമുക്ക് കുറേ ഷോട്ടുകൾ അവിടെ നമ്മൾ നമുക്ക് നേരെ നടന്നു വരുന്ന കുറച്ച് ഷോട്ടുകളും ഉണ്ടായിരുന്നു. അല്ലേ, നമ്മൾ അതെ അതുപോലെ തന്നെ അത് ക്രോസ് ചെയ്യുന്ന ആ ലേക്ക് ക്രോസ് ചെയ്ത് പോകുന്ന ഷോട്ടുകളൊക്കെ അതെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു വൈഡ് ഷോട്ട് ഉണ്ടായിരുന്നു. അതൊരു നല്ലൊരു അതെ 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 അതെ. അതെ അതൊരു അതെനിക്കൊന്ന് ഹരിയും എനിക്കൊന്ന് മോനിയുമാണ് അത് പ്ലാൻ ചെയ്തത്. നമുക്ക് പ്ലാൻ ഇവിടെ ചെയ്തത്. പോയി പക്ഷെ അതെ അതെ നമുക്ക് എല്ലാവരും നമുക്ക് അതിന്റെ എടുത്തു. പുറകിന് പോവാം. അതെ എല്ലാവർക്കും കിട്ടി. അതൊരു അതെ എല്ലാവരും എടുത്തു. അതാണ് നമുക്ക് ആ ഗ്രൂപ്പിൽ പോകുന്നതിന്റെ എക്സ്പീരിയൻസ് ആളുകളിൽ തീർച്ചയായും. പോകുന്നതിന്റെ ഒരു ഗുണമാണ് അല്ലെ? അതെ അതെ ആ ഒരു ഷോട്ട് ഗംഭീര ഷോട്ടായിരുന്നു. അതൊരു അതെ ആ വ്യൂ തന്നെ ഗംഭീരമായിരുന്നു. അത് ക്രോസ് അതെ ചെയ്ത് പോകുന്ന അതൊരു ഒരു ഒരു ഡിസ്റ്റന്റ് ഫ്രെയിം ആണെങ്കിലും ഒരു അതെ ലൈറ്റിന് അഗെയിൻസ്റ്റ് സിലോവറ്റ് ആയിട്ടുള്ള അതിങ്ങനെ സിലോട്ട് ക്രോസ് ചെയ്ത് ഷോട്ടായിരുന്നു. പോകുന്ന, കറക്റ്റ്. അതൊരു but ഞാനത് എനിക്ക് ബ്ലാക്ക് തോന്നുന്നില്ല ആൻഡ് വൈറ്റിൽ അതെല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ, അത് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഫ്രെയിംസ് ഒന്നും ഇൻസ്റ്റാഗ്രാമിലൊന്നും എനിക്ക് തോന്നുന്നില്ല വർക്ക് ആവുന്നു. ലൈക്ക് അതെ അതൊരു അതെ അതെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോ അല്ല. അത് ബേസിക്കലി അതെ നമ്മൾ നല്ലൊരു വലിയൊരു പ്രിന്റ് എടുത്തിട്ട് നമ്മുടെ ഇതുപോലത്തെ ബാക്ക് സൈഡിൽ ഇങ്ങനെ തൂക്കി വെക്കുക എന്നുള്ളതാണ്. അത് വെക്കാന്ന് ഇടയ്ക്ക് കണ്ട് നിർവൃതി അടയുക എന്നുള്ളതാണ് ഉള്ള അങ്ങനത്തെ ഫോട്ടോ ഫ്രെയിംസ്. ശരിയാണ്. അത് മാത്രമല്ല അതെ ഇങ്ങനത്തെ ഫ്രെയിംസ് നമ്മൾ ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ അതെ ചില നല്ല സൈറ്റിങ്സ് മറന്നുപോയാലും ഇങ്ങനത്തെ ചില അതെ ഫ്രെയിംസ് നമ്മൾ ആക്ച്വലി ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടുന്ന ചില ഫ്രെയിംസ് നമ്മൾ ഒരിക്കലും മറക്കില്ല. അതെ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ആംബോസിൽ പോകുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം തന്നെ നമ്മൾ ടാൻസാനിയയിലുള്ള കിളിമഞ്ചാരോ അല്ലേ, അതെ കിളിമഞ്ചാരോയുടെ കിളിമഞ്ചാരോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് ഫ്രണ്ടിൽ ഒരു ആനയോ അല്ലെങ്കിൽ ഒരു സീബ്ര വൈൽഡ് ആനിമൽ വരുന്ന ഫോട്ടോ കിട്ടുമെന്നുള്ളത് എസ്പെഷ്യലി നമ്മൾ ആന ട്രൈ ചെയ്തായിരുന്നു. അതെ ട്രൈ ചെയ്തു. പക്ഷേ അ- അത്ര രസമായില്ല കാല എന്ന് വേണമെങ്കിൽ അതെ പറയാം. പക്ഷേ അതെ നമുക്ക് കാലാവസ്ഥ ആ, അത്ര അങ്ങോട്ട് ശരിയായില്ല. അത്ര ശരിയായില്ല. അതെ അതെ. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 2024 പോയപ്പോൾ ഞങ്ങൾ കുറച്ച് ലക്കിയായിരുന്നു. ഞങ്ങൾക്ക് ആ ക്രെയിഗിന് ശരിക്കും നമുക്ക് കിളിമഞ്ചാരോന്റെ മുമ്പ് തന്നെ കിട്ടിയായിരുന്നു. ഓർമ്മയുണ്ട് ആ, ഓർമ്മയുണ്ട്. എനിക്ക് ആ ആ, ഷോട്ട് ഓർമ്മയുണ്ട്. അതെ പിന്നെ 1-2 ജിറാഫും അതിലിങ്ങനെ ഒരു നടന്നു പോകുന്ന 1-2 ഷോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ട്. ഇപ്രാവശ്യം അതൊരു നോ ലക്ക്. ഒരു സ്റ്റാൻഡേർഡ് ഷോട്ടാണ്. ആംബോസിൽ പോകുന്നവരുടെ ഒരു ആ സ്റ്റാൻഡേർഡ് ഷോട്ടാണ്. അതെ അതെ ഒരു ആന ആനയും കിളിമഞ്ചാരും കൂടെ ചേർന്നിട്ടുള്ള എസ്പെഷ്യലി ഷോട്ടാണ് ക്രെയിഗ് അല്ലേ? കൂടെ ആയതുകൊണ്ട് അതെ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അപ്പം നമുക്ക് ഇഷ്ടം പോലെ സമയം കിട്ടി എന്നുള്ളതായിരുന്നു അതെ 2024 പ്രത്യേകത. ഞങ്ങൾ അതെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അത് വേറൊരു ആ പ്ലസ് പോയിന്റ്. സമയത്ത് അല്ലേ? ഞങ്ങളുടെ ആ രണ്ട് ലാൻഡ് ക്രൂസർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഞാൻ ആ കഥ കേട്ടിട്ടുണ്ടായിരുന്നു. ഹൈലൈറ്റ്. അതെ റൈറ്റ്. ആംബോസിലിൽ നമുക്ക് ഇനിയും നമ്മൾ പിന്നെ ഒരു ലയൺ പ്രൈഡിനെ കണ്ടു, കുറച്ച് ഹൈനാസിനെ കണ്ടു അല്ല, എല്ലാം ഉം. കുറച്ച് ആനിമൽസിനെ കണ്ടു. പക്ഷെ അതെല്ലാം ചീറ്റയെ കണ്ടു. ഡിസ്റ്റൻസിലായിരുന്നു. ആ ബേസിക്കലി ആംബോസിലിൽ ഓഫ് റോഡിങ് പറ്റാത്തതുകൊണ്ട് കാരണം നമുക്ക് കുറച്ച് ഡിസ്റ്റൻസിലാണ് എല്ലാം കാണുക. അപ്പം സൂം ലെൻസ് അതെ ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തത്. അതെ പിന്നീട് മാരയിലേക്ക് പോയപ്പോൾ നമ്മുടെ വെൽക്കമിങ് സൈറ്റിംഗ് തന്നെ ഗംഭീരമായിരുന്നു. നമ്മൾ ആദ്യം അതെ കണ്ടതൊരു ഭയങ്കര റെയർ ആയിട്ടുള്ള ബാറ്റിയറ്റ് ഫോക്സ്. നമുക്ക് സൂര്യൻ അതും ഉദിച്ചിട്ടില്ല, വെട്ടമില്ല ശരിക്കും. അതും ഡിസ്റ്റന്റ് വ്യൂ ആയിരുന്നു. പക്ഷെ കണ്ടത് നമ്മൾ വെൽക്കം അതെ, ചെയ്തത് ഇങ്ങനത്തെ ഒരു എന്താ ബാറ്റിയറ്റ് പറയുക റയർ ഫോക്സ് സൈറ്റിംഗ് ഓടിപ്പോകുന്നതാണ്. ആവുമ്പോൾ, അതെ അതെ അതെ. ഇങ്ങനത്തെ അതുപോലെ റയർ തന്നെ സൈറ്റിംഗ് ആവുമ്പോൾ പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നമ്മുടെ എന്താ പറയുക ട്രിപ്പിന്റെ എന്താ ആ ഫുൾ ക്വാളിറ്റിയെ ട്രിപ്പ് പറ്റിയിട്ടൊക്കെ. എങ്ങനെയായിരിക്കും എന്നുള്ളത് അല്ലേ? അതെ അതെ റൈറ്റ് റൈറ്റ് റൈറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കണ്ടത് സെർവൽ ക്യാറ്റിനെയാണ് അല്ലെ? നെക്സ്റ്റ് കണ്ട സെർവൽ സെർവൽ ക്യാറ്റ് കാറ്റിനെ. അതെ അതെ വളരെ എല്യൂസീവ് ആയിട്ടുള്ള ഒരു അതെ ആനിമലാണ് ശരിക്കും പറഞ്ഞാൽ. സെർവൽ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ അതിന് കണ്ടു കിട്ടുക തീർച്ചയായും എന്ന് പറഞ്ഞാൽ തീർച്ചയായും. കുറച്ച് അതെ പ്രയാസമാണ്. അതെ അപ്പോൾ അതിന് നമുക്ക് സൈറ്റിംഗ് കിട്ടി. പക്ഷേ അതിൻ്റെയും നല്ല ഷോട്ടുകൾ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെന്ന് പറയാൻ പറ്റുള്ളൂ. ഇല്ലെന്ന് തന്നെ പക്ഷേ പറയാം. ക്ലീൻ കാരണം നമ്മൾ ഷോട്ടുകളൊക്കെ വളരെ കുറവായിരുന്നു. കണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ഓവർഗ്രോൺ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ഒരു ബുഷസും ബുഷി ഏരിയ ടോൾ ആയിരുന്നു ആക്ച്വലി. ഗ്രാസും പിന്നെ അതെ ഒരു എന്താ പറയുക ഒരു റിവർ സൈഡൊക്കെ ആയിരുന്നു. നമുക്ക് അങ്ങോട്ട് അധികം
പോകാൻ പറ്റാത്തൊരു ഏരിയ പോകാൻ ആയിരുന്നു. അത് പറ്റാത്ത കാരണം ഏരിയ നമ്മൾ ആയിരുന്നു. അതെ പെട്ടെന്ന് അത് പിന്നെ സർവൽ കാറ്റിനെ മറ്റേ മുമ്പ് കണ്ട് പരിചയമുള്ളവർക്ക് അറിയായിരിക്കും, പെട്ടെന്ന് തന്നെ അതെ അത് അത് കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോകും. അതെ അതെ മാഞ്ഞു പോകും, നിന്ന നിപ്പിൽ നിന്ന അപ്രത്യക്ഷമാകുന്ന നിൽപ്പിൽ മാഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. ശരിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഡേ വണ്ണില് നമ്മള് റോങ്ക പരേഡിനെയാണ് കണ്ടത് അല്ലേ? അല്ല, നമ്മൾ അതിനു പോയി മുമ്പ് നമ്മൾ ആ ഒരു ഫീമെയിൽ ലെപ്പേർഡിനെയും മകനെയും കണ്ടിരുന്നില്ലേ? കറക്റ്റ് കറക്റ്റ് റോങ്ക പരേഡിനെ കണ്ടു നമ്മൾ ആ പോയിട്ട്. അതിൻ്റെ ഒരു കുറച്ച് ഫീമെയിൽസിനെ റോങ്ക പരേഡ് ഫീമെയിൽസിനെ കണ്ടു, ആ കപ്സിനെ കണ്ടു. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ആണ് നമ്മൾ എന്താണ് അതിൻ്റെ പേര്, ലുലുക്ക അല്ലേ? ലുലൂക്കയും ഒലോമിനിയാക്കും. ലുലുക്കയും അതിൻ്റെ ലുലൂക്കയായിരുന്നു ഫീമെയിൽ. ലുലുക്ക ഫീമെയിലും അതിൻ്റെ 1 വയസ്സുള്ള ഒരു കബും ആ ഒലോം മുന്നിയാക്കും. അപ്പോൾ 1 ഒലോമിനിയാക്കും. അതെ വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. കക്ഷി നല്ല അതെ ഗംഭീര അതെ ആ, അതെ. നല്ല ഫിയറി ആയിട്ടുള്ള ഒരു വളർന്നു വരുന്ന ഇടയ്ക്ക് ഒരു ഇടയ്ക്ക് ടെററാണ്. ചില ലുക്കൊക്കെ തരുന്നുണ്ടായിരുന്നു. അതെ അതെ അതിൻ്റെ ഫോട്ടോസാണ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി. ആ, അപ്പം അതൊരു ഗംഭീര സൈറ്റിങ്. അത് മരത്തിൽ കയറി രണ്ടുപേരും. ഇപ്പം അതെ ഈ ഒല- ഈ നമ്മൾ ഒ- ഏകദേശം ഈ കബിന്റെ ശല്യം കാരണം അമ്മ ചാടി മരത്തിൽ കയറി, അതെ. ഇവൻ പുറകിന് ചാടി കയറി അല്ലേ? ഉം. അത് ആ പിന്നെ രണ്ടുപേരും മരത്തിലൊരു 2 കൊമ്പിൽ അങ്ങ് കൊമ്പില്. സൈഡായി പക്ഷെ അതിന് എന്നുള്ളതാണ്. ബാക്കി വന്ന കുറച്ച് എന്തോ മാനോ എന്തോ ആണെന്ന് തോന്നുന്നു. അതിന്റെ ബാക്കി ആ വന്ന കുറച്ച് ഭാഗമുണ്ട്. ഈ കക്ഷി ഉം. അത് പോയി മണപ്പിക്കുക കഴിക്കുക ഒക്കെ ഇരുന്നത്. അപ്പം നമുക്ക് കുറച്ച് വൈഡ് ആംഗിൾ ഷോട്ട്സ് നമുക്ക് ട്രൈ ചെയ്യാൻ കിട്ടി. പറ്റിയെന്ന് ഓർമ്മയുണ്ട്. തീർച്ചയായും. അതെ അതെ. മരം ചേർത്തിട്ടും അല്ലെങ്കിൽ ഉണ്ട്. കുറച്ച് ഉം. നമ്മള് മിസ്സായി പോയ ഷോട്ട് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് മരത്തിൽ കയറുന്ന ഷോട്ട് കണ്ടു. കേറുന്ന അത് ആ, നമ്മൾ എനിക്ക് നമ്മൾ നിന്ന നമ്മുടെ ആംഗിൾ ആംഗിൾ എന്തോ ഒരു ശരിയായിരുന്നില്ല. ശരിയായിരുന്നില്ല. അതെ. ശരിയായിരുന്നില്ല. പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല, കാരണം ഇറ്റ്സ് അതെ വൈൽഡ്. നമുക്ക് വൈൽഡാണ്. കിട്ടുന്ന അത് അതെ കിട്ടുമോ കിട്ടിയില്ലൊന്നും പറയാൻ പറ്റില്ല. ഭാഗ്യം ഒന്നും വേണം. പറയാൻ പറ്റില്ല. അതെ അതെ. അതെ. പിന്നീട് ഫസ്റ്റ് ഡേ എന്താണ് നമ്മൾ പിന്നെ കണ്ടത് ഓർമ്മയുണ്ടോ? അതിനുശേഷം പിന്നെ നമ്മൾ ഇതിനെ കണ്ടായിരുന്നു. ഒലോമിന അല്ലെ? ഒലോമിന ഒരു ഒലോമിനിയും ബഫല്ലോ കില്ല്. ബഫലോ കില്ലിനെ ബഫല്ലോ കില്ല് അത് മാരാ റിവറിന്റെ സൈഡില്. സൈഡിൽ വെച്ച് അതിനെ ഗാർഡ് അത് ചെയ്യുന്ന ഒരു സീൻ. കറക്റ്റ്. അത് തലേദിവസം രാത്രിയിലാണ് ആ കില്ല് നടന്നേക്കുന്നത് നമ്മൾ അതെ മനസ്സിലായത് അല്ലേ? അതെ അതെ. അപ്പം ഒരു അത് രാത്രി കൊണ്ട് കക്ഷി തന്നെ ഒരു 90 അല്ലെങ്കിൽ ഒരു 80% ഫുള്ളായി. കാർക്കസ് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ലൈക്ക് അതിന്റെ എല്ലും കൂട് മാത്രമേ പുറത്ത് കാണുന്നുണ്ടായിരുന്നുള്ളൂ. അതെ അല്ല അത് പിറ്റേ ദിവസം നമ്മൾ ചെല്ലുമ്പോഴാണ്. അന്ന് നമ്മൾ ചെല്ലുമ്പം ആദ്യം അന്ന് ചെല്ലുമ്പോൾ അതിന്റെ മുഖമൊക്കെ ഉണ്ട്. മുഖമുണ്ട്. അതാണ് ശരിയാ. വ്യത്യാസം. ഓ അതെ ശരിയാണ്. കറക്റ്റ് മുഖമൊക്കെ ഉണ്ട്. കറക്റ്റ്. എനിക്ക് അത് ഓർമ്മയുണ്ട്. പിറ്റേ ശരിയാ. ദിവസം നമ്മൾ അത് തിന്നോന്ന് അറിയാൻ ചെല്ലുമ്പോഴാണ് നമ്മൾ പോകുമ്പോഴാണ് ശരിയാ. ആദ്യം നമ്മൾ ആ റോങ് യെസ്. റൈഡ് മുഴുവൻ ഏതാണ്ട് ഒരു 10 12 15ഓളം സിംഹങ്ങളും കുട്ടികൾക്കിടെ അത് കഴിച്ചിട്ട് അല്ലെ ആ ആഹാ. റെസ്റ്റിംഗ് പ്ലേസിലേക്ക് വരുന്ന കുറെ ആ ഷോട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം. ശരിയായിരുന്നു. അപ്പൊ ചെന്ന് നമ്മളത് കഴിച്ച് തീർന്നു എന്ന് അറിയാനായിട്ട് ചെല്ലുമ്പോഴാണ് ഈ പ്രൈഡ് മുഴുവൻ പോയി. ഒലോമിന ഉം. എപ്പോഴും കക്ഷിക്ക് കാവൽ നിൽക്കുകയാണ് അതെ ബാക്കിയുള്ളത്. അതെ. ഒലോമിന എന്തോ സൗണ്ട് ഉണ്ടാക്കിയിട്ട് 2 ഫിക്ടറി പ്രൈഡിലെ 2 ഫീമെയിൽസ് ഫീമെയിൽസിനെ വന്നിട്ട് ഫീമെയിൽസിനെ കക്ഷി അതെ. ക്ഷണിച്ചിട്ട് ഉം. അവർ വന്ന് ബാക്കിയുള്ള കാർക്കസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെ അപ്പം നമ്മളോട് ഗൈഡ് പറഞ്ഞത് ഉം. ഒലോമിന തന്നെയാണ് ഫിക്ടറി പ്രൈഡിലെ എന്നെ സംരക്ഷിക്കുന്നത്. അതെ. കക്ഷി 2 പ്രൈഡിന്റെയും നേതാവാണ് ഇപ്പം ആക്ച്വലി. തലവനാണ്. അതെ കെയർ ടേക്കറാണ് ഉം. കക്ഷി. അതെ അതെ. പിന്നീട് എനിക്ക് തോന്നുന്നു ഡേ വണ്ണിൽ നമ്മൾ എനിക്ക് തോന്നുന്നു ടാൻസാനിയിൽ നിന്ന് വന്ന ഒരു സിംഹം അല്ലെ? കക്ഷി അതെ കിടന്നുറങ്ങുന്നതാണ് അത് ഉച്ച കണ്ടത്. നേരത്ത് നമ്മൾ കണ്ടായിരുന്നു. അതൊരു നമ്മുടെ അതെ അമ്പലട്ടയുടെ താഴെ ആശാൻ എനിക്ക് തോന്നുന്നു നല്ല ഉറക്കത്തിലായിരുന്നു. നല്ല നമുക്ക് ഉറക്കത്തിലായിരുന്നു. കാര്യമായിട്ടൊരു നല്ല സൈറ്റിംഗ് ആയിരുന്നു. ലൈക്ക് ആ ഒരു ഫ്രെയിം എല്ലാം നല്ലതായിരുന്നു. മറ്റേ കാലൊക്കെ മരത്തെ കയറ്റി വെച്ചിട്ടുള്ള അതെ നല്ലൊരു ഷോട്ടുകൾ അല്ലെ? നല്ല ഫണ്ണി പോസുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെ കാര്യമായിട്ടുള്ള അതെ മൊമെന്റ്സ് ഒന്നും കിട്ടിയില്ല. പക്ഷെ 1-2 എന്താ പറയുക വൈഡ് അമ്പലട്ടയുടെ ആംഗിൾ ഷോട്ട്സ് ഒക്കെ താഴെയുള്ള നമ്മള് കുറച്ച് വൈഡ് ഷോട്ട്സ് തന്നായിരുന്നു. അത് കറക്റ്റ് കൊള്ളാമായിരുന്നു. അതെ പക്ഷെ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. ലൈക്ക് ടാൻസാനിയിൽ നിന്ന് ഒരു മെയിൽ ലയൺ ഇണകളെ അത് തേടി നല്ല ഇങ്ങോട്ട് സുന്ദരൻ. വരിക എന്ന് പറയുന്നത്. അതെ അതെ ഒരു സ്കാറൊന്നും ഇല്ല കക്ഷി അതെ വന്നതേ ഉള്ളൂ. നല്ല അല്ലെ അടിപൊളി. ഏഹ്, നല്ല നല്ല മെയിനൊക്കെ കാണാൻ നല്ല നല്ല രസമുള്ളൊരു ഗംഭീരമായിട്ടുള്ളൊരു ഗംഭീരം. അതെ അതെ. അതെ അതിനുശേഷം നമ്മൾ വൈകുന്നേരം പിന്നെ എനിക്ക് തോന്നുന്നു അന്നത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബെല്ല ടു ലെപ്പോലായിരുന്നു അല്ലേ? കറക്റ്റ്. ബെല്ലാറ്റു ഹണ്ട് ചെയ്യാൻ ട്രൈ ചെയ്തു. ഇതിപ്പോ ഹണ്ട് ചെയ്യോ അതെ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. അതെ 2 മണിക്കൂർ കറക്റ്റ്. അത് അല്ലേ? അത് ഒരു ഗസേലിന്റെ കൂട്ടം ഉണ്ടായിരുന്നു. അതെ ഈ ഗസേലിന്റെ കൂട്ടം അവർക്ക് മനസ്സിലായി ഉം. എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്ത് ഇവിടെ ആരോ ഇവിടെ അതെ ഉണ്ട് എന്ന് മനസ്സിലായി. അതെ പക്ഷെ എന്താന്ന് അവർക്ക് അറിഞ്ഞൂടാ. ബെല്ലാറ്റു ആണെങ്കിൽ പമ്മി എനിക്ക് 2 മണിക്കൂറോളം കക്ഷി സ്റ്റോക്ക് ചെയ്തു. അതെ. ഇടയ്ക്ക് മറ്റേ നമ്മുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന സഫാരി വെഹിക്കിൾസിനെയൊക്കെ മറ പിടിച്ച് പോകുന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. കറക്റ്റ്. അങ്ങനെ കുറേ സമയം. പക്ഷെ നമ്മൾ ഇപ്പൊ ചാടും എന്ന് വിചാരിച്ച് പക്ഷെ നിന്നിട്ട് ലാസ്റ്റ് നമുക്ക് എനിക്ക് സൺസെറ്റ് ആകുമ്പോഴേക്കും അത് കവർ അത് ബ്ലോ സൺസെറ്റ് ചെയ്തു. ആകുമ്പോഴും
കക്ഷി സ്റ്റോക്ക് ചെയ്യുന്നേ ഉള്ളൂ. രാത്രിയിൽ പക്ഷെ കണ്ട് അത് ചെയ്ത് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. അല്ല എനിക്ക് തോന്നുന്നു സൺസെറ്റ് ആയപ്പോഴേക്കും അതിന്റെ കവർ ബ്ലോ ചെയ്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ അത് അതെ, ഗസൽസ് പിന്നെ ഓടിപ്പോയി. ഓടിപ്പോയി അതാണ് കാണണം. അതെ അതെ. അതെ. അതുപോലെ തന്നെ അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഇപ്പൊ നമ്മൾ ബെല്ലാറ്റ് വളരെ അടുത്തായിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് അതെ അതെ. ഏതാണ് അന്ന് ലെൻസ് എനിക്ക് ആനിമൽസ് അടുത്ത് നമ്മളന്ന് വരുമ്പോൾ വൈഡ് ആംഗിൾ ആണ് സാധാരണ അല്ലെ നമുക്ക് നമ്മൾ ട്രൈ അന്ന് ചെയ്യാൻ പറ്റുന്നത്. വൈഡ് ആംഗിളും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിലും അവിടെയും എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അവിടെ 400 യൂസ് ചെയ്തിരുന്നു. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള, അതായത് ചിലപ്പോൾ കുറച്ച് ഡിസ്ട്രാക്ഷൻസ് പോർട്രേറ്റ്. ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോർട്രേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ഏരിയാസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റും. ലൈക്ക് ഫേസിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ പാറ്റേൺസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷേ ലൈക്ക് അവിടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 1% അല്ലെങ്കിൽ 5% ഒക്കെ ഉണ്ടാവുള്ളൂ. അതെ കാരണം അതെ. ഡിപ്പെൻസ് അത് എവിടെയാണ്, ഫ്രെയിമൊക്കെ എങ്ങനെയാണെന്നൊക്കെ. എങ്ങനെയാണ് ഏത് ആംഗിളിലാണ് നിൽക്കുന്നത് പറയാൻ പറ്റില്ല. അതെ 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 അതെ. പിന്നെ അപ്പോൾ ഡേ അതായിരുന്നു ഡേ 2 പോവുകയാണെങ്കിലേ ആ അതെ ഡേ 2 പോവുകയാണെന്നുണ്ടെങ്കിൽ ഓർമ്മയുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒലോമിന കഴിച്ചു തീർത്തോ എന്നറിയാനായിട്ട് നമ്മൾ അത് പോയിട്ടുണ്ട്. ശരിയാ. അതുപോലെ തന്നെ ഞാൻ ഡേ നേരത്തെ പറഞ്ഞ 2 കാര്യം. അതെ ഈ പ്രൈഡ് നടന്നു വരുന്ന സൺറൈസ് സമയത്ത് നടന്നു വരുന്ന കുറേ ഷോട്ടുകൾ കിട്ടി. ഓർമ്മയുണ്ടോ? നമ്മളൊരു അതെ ഒരു ആ, എന്താ പറയുക, ഇപ്പം ജീപ്പ് വെഹിക്കിൾ കുറച്ച് താഴെ ആ, ഇട്ടിട്ട് ഒരു ഹില്ലി ഏരിയയിൽ നടന്നു വരുമ്പോൾ നമ്മൾ താഴെ ഇട്ടിട്ട് പ്രൈഡ് നമ്മുടെ ഐ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ കുറേ ഫോട്ടോകളൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന ഒരു ഷോട്ട് എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്ന ഷോട്ട് അല്ലേ. ആ, അതെ അതെ ഒരു 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 യങ് ലയൺ വെള്ളം കുടിക്കുന്ന ഷോട്ട്, അത് റിഫ്ലക്ഷൻ കൂടെയുള്ള കുറേ ഷോട്ടുകളൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനുശേഷം പിന്നെ അന്ന് നല്ല ലൈറ്റ് ആയിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് നമ്മളൊരു ലൈറ്റ് എലിഫന്റിനെ രാവിലത്തെ ലൈറ്റ് കണ്ടിരുന്നു. വളരെ നല്ല ഗോൾഡൻ ലൈറ്റ് ആയിരുന്നു അത് ആക്ച്വലി. നല്ലൊരു ലൈറ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് അന്ന് രാവിലത്തെയും നല്ലതായിരുന്നു. പിന്നെ ഒരു ലോൺ ഹൈനെ കണ്ടിരുന്നു. അതിന്റെ പ്രത്യേകിച്ച് ഈ കുറച്ച് ഹെയർ ഉള്ള അനിമൽസിനെയൊക്കെ ഹെയർ ഉള്ള ഹൈന ഇതുപോലത്തെ കറക്റ്റ്. ആഫ്രിക്കയിൽ നമ്മൾ കാണുന്നത് സ്പോട്ടഡ് ഹൈനസ് ആണ്, സ്ട്രൈപ്ഡ് ആണ് എനിക്ക് തോന്നുന്നു. സ്പോട്ടഡ് സ്പോട്ടഡ് ആണ്. ആണെന്ന് അല്ലേ, ആ സ്പോട്ടഡ് അല്ലേ. സ്ട്രൈപ്ഡ് ഇന്ത്യയിലാണ് കാണുന്നത്. സ്ട്രൈപ്ഡ് ഇന്ത്യയിലും ഉണ്ട്, ആഫ്രിക്കയിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു ആഫ്രിക്കയിലുണ്ട്. ഉണ്ട്. ശരി. അപ്പോൾ ഈ അന്ന് കണ്ട ഹൈനയ്ക്ക് കുറച്ച് ഈ അതിൻ്റെ ഈ രോമത്തിൽ കൂടിയുള്ള അതിൻ്റെ ഈ ബാക്ക് ലൈറ്റ് ഗോൾഡൻ ഷോട്ട്സ് ഒക്കെ ലൈറ്റ്. നമ്മൾ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ശരി. അമേസിങ് കറക്റ്റ് സൈറ്റിംഗ് ആയിരുന്നു. അതൊരു പിന്നെ ആന വന്നു പോയി ഗോൾഡൻ ലൈറ്റിൽ അതെ, അല്ലേ, ഗോൾഡൻ ലൈറ്റിൽ ആന വന്നു പോയി. അപ്രതീക്ഷിതമായിട്ട്. ഉം. അതെ. അതുപോലെ തന്നെ പക്ഷെ അന്ന് രണ്ടാമത്തെ ദിവസം നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പാരഡൈസ് പ്രൈഡിന്റെ ബഫല്ലോ ഹണ്ടാണ്. കറക്റ്റ്. നമുക്ക് ഹണ്ട് ഒരു വെച്ചാൽ ഇത് രണ്ട് ഒരു ബഫലോസിനെ വെള്ളക്കെട്ടിന്റെ ഇത് അവിടെ നിന്ന് ഒരു കുളത്തിൽ ചാടിച്ചു. ചാടിച്ചു. അല്ല, എന്നിട്ട് ഒരെണ്ണം രക്ഷപ്പെട്ട് രണ്ടെണ്ണത്തിൽ ഓടിപ്പോകുന്നത് ചാടിച്ചു, നമ്മൾ ആക്ച്വലി അവിടെ നിന്ന് വരുന്ന സമയത്ത് ഒരെണ്ണം രക്ഷപ്പെട്ട് ഓടിപ്പോകുന്ന നമ്മൾ കണ്ടത്. അതിൽ ഒരെണ്ണം 2 രക്ഷപ്പെട്ട് ഫീമെയിൽസ് ഓടിപ്പോയി. അതിനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അതിന്റെ മേലെ. അതെ 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 അതിന്റെ അതെ പിന്നാലെ ഇങ്ങനെ ക്ലാസ്പ് ചെയ്ത് വെച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ സംഭവം ആ മറ്റേ രണ്ടാമത്തെ ബഫലോ അത് രക്ഷപ്പെട്ടു. അതെ. അത് കുറച്ച് മുറിവുകളൊക്കെ ഉണ്ട്, അതിനിയും എത്ര ആ ജീവിക്കില്ലെന്നും പറയാൻ പറ്റില്ല. പക്ഷെ വേറെ എവിടെയെങ്കിലും പക്ഷെ പോയി അല്ലേ. പക്ഷെ ശരിയാ. രണ്ടാമത്തത് കില്ല് അത് എനിക്കൊന്ന് പാരഡൈസ് പ്രൈഡില് എനിക്ക് ഇത് ഏകദേശം ഒരു 20 കബ്ബോർഡ് കൂടി 20 സിംഹങ്ങളെങ്കിലും ഉണ്ടായിരുന്നു. കപ്സ് തന്നെ കുഞ്ഞുങ്ങൾ, മിനിമം അത് മെയിൽ ഉണ്ടായിരുന്നില്ല. ഒരു 7-8 കപ്സ് തന്നെ ഉണ്ടായിരുന്നു അതിനകത്ത്. അതെ അതെ അതിൽ 1-2 കപ്സ് എല്ലാം ഭയങ്കര അവരുടെ അഗ്രസീവായിട്ടുള്ള എന്താ പറയുക പൊസിഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. റൈറ്റ് റൈറ്റ്. ഒരുത്തൻ അതില് ഒരു കപ്പ്, വളരെ ചെറിയൊരു കപ്പാണ്, അത് തലയിൽ കയറി നിന്നിട്ട് വേറെ ആര് എന്ത് എന്ത് ചെയ്തിട്ടും ചെയ്താലും അവൻ അവിടെ കക്ഷി നിന്ന് ഇറങ്ങത്തില്ല മാറുന്നില്ല. അവിടുന്ന്, എന്നിട്ട് നമ്മുടെ മാറുന്നില്ല. ഗ്രൂപ്പിൽ നമ്മൾ പറയുന്നുണ്ട് അവനാണ് ഈ പ്രൈഡിനെ അടുത്തത് ഭരിക്കാൻ പോകുന്നത്, അടുത്തത് അതെ റൂൾ ചെയ്യാൻ പോകുന്നത് റൂൾ അവനാണ്. ചെയ്യാൻ പോകുന്നവൻ ഇവനാ. അതെ, അതെ 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 ഇവനിൽ അതെ നമ്മളൊരു രാജാവിനെ കാണുന്നു. അതെ ശരിയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസം എനിക്ക് തോന്നുന്നു അതാണ് മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ. അപ്പം അതായിരുന്നു മെയിൻ പക്ഷെ ഹൈലൈറ്റ്. കുറച്ച് ഓർമ്മയുണ്ടോ, കുറച്ച് ഉച്ച സമയത്തോടായി, ഒരു 11 മണിയായി നമുക്കത് കണ്ടപ്പോൾ അല്ലേ. അപ്പം ലൈറ്റ് കുറച്ച് ഹാർഷായിരുന്നു. ഹാർഷാണ്. അപ്പം എന്താണ് ലൈറ്റ് ഹാർഷ് ആകുമ്പോൾ എന്താണ് ഒരു ടിപ്പ് നമുക്ക് എന്തെങ്കിലും പറയാനുള്ളത്? ടെക്നിക്സ് എന്താണ് ഈസി ആറ് ലൈറ്റ് ഹാർഷ് ആയിരിക്കുമ്പോൾ? നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക, ഫ്ലാറ്റ് ലൈറ്റ് ആവുന്ന സമയത്ത് ഞാൻ അന്ന് ഇത് ചെയ്യുന്നത് ഇടയ്ക്ക് നല്ല മൊമെൻറ്റ്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെ. മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു 70-200 ഞാൻ അവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൂടുതൽ സമയത്തും. അപ്പോൾ ഓക്കെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോഴും ഈ കപ്സ് വന്നിട്ട് ഇതിൻ്റെ മുമ്പിൽ വന്നിരുന്ന് കളിക്കുമായിരുന്നു. നമ്മുടെ ജീപ്പിൻ്റെ ഒരു ഓപ്പൺ ഏരിയയിൽ സൈഡിൽ വന്നിട്ട് കളിക്കുമായിരുന്നു. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ്. അപ്പോൾ അത് നമുക്ക് ഈ പെട്ടെന്ന് ഈ കപ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്ന സമയത്ത് നമുക്ക് ഈ വലിയ 400 അല്ലെങ്കിൽ സൂപ്പർ ടെലിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ 70-200 പോലത്തെ മീഡിയം അല്ലെങ്കിൽ ഷോർട്ട് ടെലിഫോട്ടോ ലെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൂം ഇൻ സൂം ഔട്ട് ചെയ്തിട്ട് കുറച്ച് ഇങ്ങനത്തെ ഫണ്ണി മൊമെന്റ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്ലേഫുൾ മൊമെന്റ്സ് എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ളവർ ചെയ്ത പോലെ
ഇടയ്ക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ അതെ ചില ഷോർട്ട് ക്ലിപ്സ് നമുക്ക് റീൽസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് ഫോം കണ്ടന്റ്സിന് വേണ്ടിയിട്ട് അങ്ങനെ കുറേ പേര് ചെയ്യുന്നുണ്ടായിരുന്നു. അതെ 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 അതൊരു ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. അതെ. ലൈറ്റ് കട്ട് ചെയ്യാൻ വല്ല വഴിയുണ്ടോ? ലൈറ്റ് കട്ട് ചെയ്യാൻ ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുക സാധാരണ ഇപ്പോൾ വീഡിയോസിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഇങ്ങനത്തെ എന്താ പറയുക എൻഡി ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യും. ആ, പക്ഷേ വൈൽഡ് ലൈഫിന് ഐ ഡോണ്ട് തിങ്ക് അത് അത്രയും നിർബന്ധമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മോസ്റ്റ്ലി അതെ ആൾക്കാർ ഞാൻ കണ്ടിരിക്കുന്നത് ഷട്ടർ സ്പീഡ് കുറച്ച് കൂട്ടിയിട്ട് വീഡിയോ എടുക്കുക എന്നുള്ളതാണ് കണ്ടിരിക്കുന്നത്. അതെ കാരണം അതെ ഈ എൻ ഡി ഫിൽറ്റേഴ്സ് എല്ലാം നമുക്ക് പെട്ടെന്ന് എന്താ പറയുക ഇൻസ്റ്റാൾ ചെയ്യുക ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഉം, ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാര്യമാണ്. അപ്പോൾ നമുക്ക് കൺട്രോൾഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കുറച്ചും കൂടെ ഈ എൻ ഡി ഫിൽറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് എക്സ്പോഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ശരി. ഇങ്ങനത്തെ ഏരിയാസിൽ മോസ്റ്റ്ലി ആൾക്കാർ കണ്ടിരിക്കുന്നത് ഈ എന്താ റൺ ആൻഡ് ഗൺ ഷൂട്ടേഴ്സ് എന്ന് പറയും. ഇങ്ങനത്തെ ആൾക്കാർ കൂടുതൽ ഇങ്ങനത്തെ വൈൽഡ് ലൈഫ് സിറ്റുവേഷൻസിലെല്ലാം വീഡിയോസ് ഞാൻ കണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഏരിയാസിൽ മോസ്റ്റ്ലി ഷട്ടർ സ്പീഡ് വെച്ച് ലൈറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് കൺട്രോൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ അല്ലേ? അതാണ്. അങ്ങനെയാണ് പിന്നെ ഞാൻ നമുക്ക് കണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ ഇതെല്ലാം പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പം അതെ ബേഡിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ ഷട്ടർ സ്പീഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ലൈറ്റ് കട്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതെ അതെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊരു മൊമെന്റിന് വേണ്ടി കാത്തിരിക്കും, ഈ അതെ തീർച്ചയായും. ബാക്ക്ഗ്രൗണ്ട് നല്ലതാകുന്നതിന് അല്ലെങ്കിൽ ഈ ഷെയ്ഡ് വരുന്ന സമയത്തോ. പക്ഷേ ഇപ്പോൾ പറയുന്ന പോലെ ഒരു വൈൽഡ് ലൈഫ് ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് തന്നെയായിരിക്കും. ഈ ബേർഡ് മാറുന്ന പോലെ മൂവ് ചെയ്യുമെന്ന് അല്ല പറയാൻ പറ്റില്ല. ഇല്ല ഇല്ല അതെ എസ്പെഷ്യലി ഹണ്ട് ഒക്കെ അതെ ചെയ്ത് കിടക്കുന്ന സമയത്ത് അല്ലേ? അപ്പോൾ ഉം. പിന്നെ നമുക്ക് ഉള്ള ലൈറ്റ് എങ്ങനെ വെച്ചിട്ട് ചെയ്യാന്നുള്ളതാണ് അന്ന് അതെ നമ്മൾ ട്രൈ ചെയ്തത്. അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഡേ 3 മൂന്നാം പോവുകയാണെന്നുണ്ടെങ്കിൽ, ആ അല്ല ഡേ അതെ 3 മൂന്നാമത്തെ പോകണമെങ്കിൽ ദിവസം ഗംഭീരമായിട്ട് നമ്മൾ ആദ്യം കണ്ടത് ജിറാഫിന്റെ ഒരു ഹൊറൈസണിൽ ജിറാഫ് ഫോർമേഷൻ നടന്നു ആയിരുന്നു. പോയിട്ട്, അതെ 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 ഫോർമേഷൻ, അത് സിലോട്ട് കുറച്ച് ഷോട്ടുകൾ നമുക്ക് കിട്ടി. ആ കിട്ടി. ആ സിലോട്ട് ഷോട്ടിൽ സ്കൈ എടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ, അതെ എടുത്തോണ്ടിരിക്കുമ്പോൾ സ്കൈ തന്നെ അത് വൈഡ് ആംഗിൾ കുറേ ഷോട്ടുകൾ നല്ലത് നമുക്ക് കിട്ടി. അത് എടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഒരു വീണ്ടും മറ്റേ ബാറ്റിയേഡ് ഫോക്സിനെ കാണുന്നത്. അതിന് സെയിം അതെ ബാറ്റിയേഡ് ഫോക്സ് ആണെന്ന് അറിയില്ല, അറിയില്ല അതെ. ഒരു ഫോക്സിനെ പക്ഷെ കാണുമ്പോൾ ഇപ്രാവശ്യം നമ്മൾ നമ്മൾ അതിന്റെ കണ്ടത് വെറും ഒരു ബാഡ് ഫോക്സിനെ ആയിരുന്നില്ല അത് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകത. അതിനെ ഫോളോ ചെയ്ത് പോകുമ്പം ആ അതിന്റെ ഡെന്ന് കണ്ടു അല്ലെ? അതെ ഡെന്ന് അതെ കണ്ടു. ഈ അതെ കക്ഷി എനിക്കത് മെയിലായിരിക്കണം. അപ്പം ഉം, ഡെന്നിന് ചെല്ലുന്നു, ഉം. ഡെന്നിന് ഫീമെയിൽ പുറത്തേക്ക് വരുന്നു, അപ്പം മെയിലും ഫീമെയിലും കൂടെ വരുന്നു. അപ്പോൾ അതെ നമുക്ക് ആവേശമായി, നമ്മൾ കുറച്ച് ദൂരെ മാറ്റി വണ്ടി ഇട്ടു. അപ്പോൾ ആ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുമ്പം പതിയെ പതിയെ ഒരു 4 പപ്സ് ഡെന്നിന് വെളിയിൽ വരികയാണ്. പിന്നെ നമ്മൾ അതെ ഏകദേശം ഒരു 1.5-2 മണിക്കൂർ അതെ ഈ ഒരു ആ ഫുൾ ഫാമിലിയുടെ കൂടെ സൺറൈസ് സ്പെൻഡ് ചെയ്തു അല്ലെ? ഗോൾഡൻ വിത്ത് ലൈറ്റ് സമയം സൺറൈസ്. മൊത്തം നമ്മൾ അവരുടെ കൂടെ ആയിരുന്നു. അതെ 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 അതെ. അതൊരു ഗംഭീര എക്സ്പീരിയൻസ് പറയാം അല്ലേ? അപ്പം അതെ അതെ നമ്മുടെ ഗൈഡ് തീർച്ചയായും. തന്നെ പറയുന്നത്, കക്ഷി ഒരു 12 വർഷമായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. അതെ അപ്പം ഈ പപ്സിനെയും ഫാമിലിയും മൊത്തമായിട്ട് കക്ഷി ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. അതെ ഇൻഡിവിജ്വലി ബാറ്റിയേഡ് ഫോക്സിനെ അവിടെ ഇവിടെയും കണ്ടിട്ടുള്ളതല്ലാതെ. അപ്പോൾ ഇത് അതെ വളരെ റെയർ ആയത് കാരണം അവിടെ സൈറ്റിംഗ് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ബുദ്ധിമുട്ടാണ് നമുക്ക് ശരിയാണ്. ഒരു ഫാമിലി മുഴുവൻ കിട്ടുന്നത്, അതെ അതെ അതിൻ്റെ കുറേ ഷോട്ടുകളും അല്ലേ? ഉം. അതൊരു ഗംഭീര സൈറ്റിംഗ് ആയിരുന്നു. അപ്പം തേർഡ് ഡേ അല്ല അതിഗംഭീരമായിട്ടാണ് നമ്മൾ അപ്പം തന്നെ മതി, അത് പിന്നെ ഇന്ന് ഇത്ര ഫോട്ടോ മതി, നമുക്ക് തിരിച്ച് മതിയെന്ന് ക്യാമ്പിൽ പോകാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്താ പറയുന്നത്, സന്തോഷമായി എന്ന് പറയാം ഇരിക്കുകയായിരുന്നു. തേർഡ് ഡേ അതെ മോർണിംഗ് തന്നെ അല്ലേ? അതെ തീർച്ചയായും. റൈറ്റ്. അപ്പോൾ നമ്മൾ കുറേ ഈ പറഞ്ഞ പോലെ റിം ലൈറ്റ് വരുന്ന ഷോട്ടുകളും നമ്മൾ നമ്മൾ കുറെ ടെസ്റ്റ് അതെ കാരണം ഗോൾഡൻ ഷോട്ടുകളും അവര് നമ്മുടെ ആയിട്ട് യൂസ്ഡ് ആയി. ഗോൾഡൻ നമ്മളെ ലൈറ്റ് അവര് ഷോട്ടുകളും അങ്ങ് കൂടെ ഇതായിട്ട് കുറേ ഷോട്ടുകൾ നമ്മളെ നമുക്ക് ഒരു ട്രൈ ചെയ്യാൻ പറ്റി. അതെ അവര് നമ്മളെ ബാറ്റിയേഡ് ഫോക്സിന്റെ ഫാമിലി നമ്മളെ ഒരു ത്രെട്ടായിട്ടൊന്നും തോന്നിയത്. നമ്മളൊരു പ്രോപ്പർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത്, നിന്നപ്പോൾ ദേവർ അതെ ഓക്കെ വിത്ത് us. അതെ. പപ്സ് 4 പേരും കുറെ നേരം കളിച്ചു. ഡെന്നി നിറയെ കുറേ നേരം കളിയും ഉം. അല്ലെ, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതെ ജമ്പിങ്ങും രസമായിരുന്നു. അത് അതെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് അത്. നമ്മൾ എനിക്ക് തോന്നുന്നു ഈ സഫാരിയിൽ നമ്മൾ ഏറ്റവും ചെറിഷ് ചെയ്ത കുറച്ച് നല്ല മൊമെന്റ്സ് ആയിരുന്നു അത് മൊമെന്റ്സ് അല്ലേ? ആയിരുന്നു അതെല്ലാം. അതെ അതെ റൈറ്റ് റൈറ്റ്. പിന്നീട് നിന്ന് പിന്നെ എനിക്കത് അന്ന് തേർഡ് ഡേയിൽ ഹൈലൈറ്റ് എന്ന് പറയാവുന്നത് ലെപ്പേർഡ് ഓർമ്മയുണ്ടോ? മരത്തിന് മുകളിൽ. മരത്തിന്റെ മേലെ ഒരു ലയൺ പ്രൈഡ് താഴെ അല്ലേ? അല്ല, നമ്മൾ ലയൺ ബ്രെഡ് ഒന്നും അറിയുന്നില്ല. അപ്പോൾ ലെപ്പേർഡ് നം- മരത്തിന് മുകളിൽ ഇരിക്കുന്നു എന്നാണ് അതെ നമുക്ക് റേഡിയോയിൽ ഇത് വരുന്നത്. അപ്പോൾ ആ ഇവര് കക്ഷി എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവർ 100-110 അവിടെ പോകുന്നു, അതെ നല്ലൊരു സ്പോട്ട് 100-110 കാണുന്നു. മീറ്റർ. അതെ നമുക്ക് നമ്മളെ ഫോട്ടോ എടുത്ത് തുടങ്ങുമ്പോഴാണ് അറിയുന്നത് താഴെ ലൈൻ ബ്രെഡ് ഉണ്ട്. താഴെ ചെറിയ അപ്പോൾ അനക്കം അതൊക്കെ അല്ലേ? ഒരു ലൈൻ ബ്രെഡ് നോക്കിയപ്പോ താഴെ കിടന്ന് ഉറങ്ങാണ്. ആ അപ്പോൾ ഇതിന്റെ ഈ ഈ കക്ഷി ഈ മേളിലിരിക്കുന്ന ലെപ്പേർഡ് അതൊരു ഫീമെയിൽ ലെപ്പേർഡാണ്, നമുക്ക് മനസ്സിലായി. എന്തതിന്റെ പേര് ഫൗളോ എന്നാണ് തോന്നുന്നത് അതിന്റെ ഫോളോ ലെപ്പേർഡിന്റെ ഫോളോ ഫീമെയിൽ. ഫൗളോ അല്ലേ? ആ അതെ ലെപ്പേർഡ് രാവിലെ മരത്തിൽ കയറിയതിനു ശേഷം പ്രൈഡ് വന്ന് താഴെ ഇരിക്കുകയാണ്. അപ്പം ഈ പ്രൈഡ്സിന് അറിയത്തില്ല കക്ഷി ഉം. മേളിലുണ്ടെന്നുള്ളത് അതെ അതെ എന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അതെ രാവിലെ നമ്മളൊരു 10 മണിയായി ഇത് കാണുമ്പോൾ. അതെ അപ്പം കക്ഷി ഇറങ്ങി വരാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു രക്ഷയില്ല, താഴെ പ്രൈഡുണ്ട്. ഉം.
അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ കുറേ ഷോട്ടുകളൊക്കെ എടുത്ത് മരത്തിൻ്റെ മുകളിലിരിക്കുന്ന ഷോട്ടുകൾ, നമ്മൾ നോക്കുന്ന ഷോട്ടുകൾ, അതെ രക്ഷപ്പെടാൻ നോക്കുന്ന ഷോട്ടുകളൊക്കെ എടുത്ത് നമ്മൾ, പക്ഷേ കൂടുതൽ മറ്റേ ആ ഇലകളൊക്കെ ആയിട്ട് മറിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ഇല്ല നല്ല ഷോട്ടുകളൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഉള്ള പക്ഷെ ഷോട്ടുകൾ അതൊരു നമ്മൾ ഓക്കെ മതി. എക്സ്പീരിയൻസ്. അതെ ആ ആ എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് നമുക്ക്. തന്നെ. അത് കാണാൻ എന്താ പറയുന്നത്, ഈ കക്ഷി രക്ഷപ്പെടാൻ ട്രൈ ചെയ്യുന്നതും രക്ഷപ്പെടാൻ അതെ പറ്റാത്തതായിട്ടുള്ള കുറേ മൊമെന്റ്സ് നമ്മൾ കണ്ട്, അത് ഇങ്ങനെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം എന്ന് ആ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വൈകുന്നേരം പോകുന്നതിന് മുന്നേ നമ്മൾ പോകുന്ന വഴിക്ക് ആ ലെപ്പേർഡ് അവിടെ ഉണ്ടോ എന്ന് നോക്കിയാലോ എന്ന് നമ്മൾ പറഞ്ഞിട്ട് ആ തിരിച്ച് നമ്മൾ പോയി. ഓർമ്മയുണ്ടോ? തിരിച്ച് അതെ പോകുമ്പോൾ പോയി അപ്പോഴും കറക്റ്റ്. കക്ഷി, അപ്പോഴും പ്രൈഡുകൾ താഴെയുണ്ട്, കക്ഷി താഴെയുണ്ട്, മുകളിലുണ്ട്, മുകളിൽ തന്നെ ഉണ്ട്. അതെ മുകളിൽ തന്നെയുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ലോക്കാകുന്നൊക്കെ പറഞ്ഞാൽ അതാണ്. കക്ഷി ലോക്കായി അതെ എനിക്കൊന്ന് അതെ പിന്നെ രാത്രിയിൽ എപ്പോഴെങ്കിലും ആയിരിക്കും. പിന്നെ കാരണം പിറ്റേ ദിവസം രാവിലെ മോസ്റ്റ്ലി നമ്മൾ അതെ വരുമ്പോൾ പ്രൈഡും ഇല്ല, ലെപ്പേർഡും ഇല്ല. ലെപ്പേർഡും ഇല്ല. ഇല്ല ഇല്ല. അതായത് നമ്മൾ തിരിച്ച് ആ, ക്യാമ്പിലോട്ട് പോകുമ്പോൾ ഒരു ഹൈനയുടെ വലിയൊരു ഗ്രൂപ്പ് ഒരു സീബ്രയെ സീബ്ര, ഹണ്ട് ചെയ്തിട്ടിട്ട് ഒരു സീബ്ര നമ്മളൊരു ഹണ്ട് ചെയ്ത് 20 25 അല്ലേ? മിനിറ്റ്സ് കൊണ്ട് അത് ഫുൾ തീർത്തു. അതെ, ഒരു 25 ഹൈനസ് ഉണ്ടായിരുന്നു അതിൽ. അതെ അത് 20 മിനിറ്റ്സ് കൊണ്ട് തന്നെ അത് തീർത്തു. അത് ഉം. വെട്ടം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമുക്ക് കാര്യമായിട്ട് വീഡിയോസ് ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഫോട്ടോസ് അതൊരു കിട്ടിയിട്ടില്ല. എക്സ്പീരിയൻസ്. പക്ഷേ എക്സ്പീരിയൻസ് അമ്മു അതിന്റെ അട്ടഹാസം അല്ലേ, അത് ഹൈനസ് അതെ അതെ കരയുന്നത് ഊഫ്. ചിരിക്കുകയാണോ കരയുകയാണോ എന്ന് പറയാൻ പറ്റാത്ത ആ, ഒരു രീതിയിലുള്ള ശബ്ദം ഉണ്ടാക്കുന്നത്. അതെ അതിന്റെ ആ തമ്മിൽ കടിച്ചു പറി, അത് തമ്മിലുള്ള ഫൈറ്റിങ്ങും. സ്മെല്ല്, ഓ ഔ, ഒരു രക്ഷ. ഇത് അടുത്ത് വരുമ്പോൾ സ്മെല്ല് വളരെ ഭീകരമാണ്, അതെ അതെ സഹിക്കാൻ പറ്റത്തില്ല. അതെ ശരിയല്ലേ? അപ്പൊ അങ്ങനെ അല്ലേ, അതായിരുന്നു അതാണ് അതായിരുന്നു തേർഡ് ഡേ. തേർഡ് ഡേ അങ്ങനെയാണ് നമ്മൾ തേർഡ് ഡേ ഒരു വൈൻഡപ്പ് ഹൈയിലാണ് ചെയ്ത് നമ്മൾ എൻഡ് അങ്ങനെയാണ്. ചെയ്തത്. കറക്റ്റ് ഫോർത്ത് ഡേ എൻഡ് എനിക്ക് ചെയ്ത് തോന്നുന്നു അങ്ങനെയാണ്. നമ്മള് ഫോർത്ത് ഡേ എനിക്ക് തോന്നുന്നു അന്നത്തെ മെയിൻ ഇതെന്ന് പറയുന്നത് നമ്മളൊരു വാട്ടർ ബക്കിനെ ചേസ് ചെയ്യുന്ന റോങ്കായ് അതെ, പ്രൈഡിനെ ആണ് നമ്മൾ കണ്ടത്. കാണുന്നത്. പക്ഷെ കറക്റ്റ് കറക്റ്റ് ഇവഞ്ച്വലി വാട്ടർ ബക്ക് എസ്കേപ്പ് ചെയ്ത് പോയി. എസ്കേപ്പ് ചെയ്ത് പോയി. ആ, എന്നിട്ട് അവര് ഒരു എന്നിട്ട് റാത്തോഗിനെ അടിച്ചിട്ടു. റാത്തോഗിനെയാണ് അടിച്ചു അടിച്ചിട്ടത്. വിട്ടത്. അതെ. അതിനു മുന്നേ ഓർമ്മയുണ്ടോ? അതിനു മുന്നേ നമ്മൾ ഈ വാട്ടർ ബക്ക് ഒരു ബുഷിനിടയിൽ കയറുമ്പോൾ നമ്മൾ ആ വാട്ടർ ബക്ക് അവിടെ ഉണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ ആ വാട്ടർ ബക്കിന് പുറകിന് പോയി. ആ അപ്പം അപ്പോഴാണ് നമ്മൾ കാണുന്നത് ഫിക് ട്രീ പ്രൈഡിലെ 2 ഫീമെയിൽസും അതിൻ്റെ ഒരു ആ 6 or 7 കപ്സ് ഉണ്ടായിരുന്നു. അത് റിവർ കപ്സുകളുടെ ക്രോസ് ചെയ്യുന്ന. മാല റിവർ യെസ്, ക്രോസ് ചെയ്യുന്നത്. അതൊരു നല്ല അത് നമ്മൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അല്ലേ? അതെ അൺഎക്സ്പെക്റ്റഡ് അതെ ഷോട്ട് ആയിരുന്നു. അതെ അതെ അപ്പം അത് നമ്മൾ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ. പൊസിഷൻ ചെയ്തു എന്ന് പറഞ്ഞാലും അപ്പം ഞാൻ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തത് ആ ഫീമെയിൽ ഫിക്ടറി ലയൺ പാറയുടെ മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ഉം. ആ റിഫ്ലക്ഷൻ വെള്ളത്തിൽ വരുന്ന രീതിയിൽ നിങ്ങൾ പൊസിഷൻ ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു ആ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ അപ്പം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ആ ഒന്നാമത് റിവറിൻ്റെ ഇതെല്ലാം ക്ലിഫിലാണ് ക്യൂക്ക് നമ്മൾ മൊമെന്റ്സ് നിൽക്കുന്നത്. ആണ്. ഉം. റിഫറിൻ്റെ ക്ലിഫിലാണ്. പിന്നെ കുറേ ഈ പറഞ്ഞ പോലെ മരങ്ങളുടെ ഇടയിലാണ് നിൽക്കുന്നത്. അപ്പം അതെ അതെ ആ അതെ വണ്ടി അങ്ങനെ നമ്മൾ ലോക്കായി കിടക്കുകയാണ് അതെ ബേസിക്കലി. അപ്പോൾ ആ ആ ഒരു സമയം അതായത് നമ്മൾക്ക് അതെ കിട്ടിയ ആ ലൊക്കേഷൻ വെച്ചിട്ട് നമ്മൾ മാക്സിമം. ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഫോട്ടോസാണ് നമ്മൾ ചെയ്തത്. അതെ പക്ഷേ ഒരു ഗംഭീര സെറ്റിംഗ്. അത് തീർച്ചയായും. ആദ്യം ഈ പറയുന്ന ഈ കബ്ബുകൾ വെള്ളത്തിലിറങ്ങാൻ മടിച്ചിട്ട് ഉം. പിന്നെ ആദ്യം ധൈര്യമുള്ള ഒരുത്തിന് ഇറങ്ങുന്നു, കൂടെ ബാക്കിയുള്ളവർ ഇറങ്ങുന്നു അല്ലേ, അങ്ങനെ ക്രോസ് അതെ ചെയ്യുന്നു. അതെ അതെ അപ്പോൾ ഈ അമ്മ വെയിറ്റ് ചെയ്യുന്ന അടുത്ത കരയിൽ വെയിറ്റ് ചെയ്തു പാറയുടെ മുകളിൽ. അതെ അപ്പം അങ്ങനെ അമ്മ ഏറ്റവും ലാസ്റ്റിൽ ഏറ്റവും വീക്കായിട്ടുള്ളൊരു കക്ഷി കുറേ സമയം എടുത്തു അതെ ഈ കുറച്ച് പാറയൊക്കെ കയറി വെള്ളം ക്രോസ് ചെയ്ത് പാറയെടുത്ത് പോകാനായിട്ട്. മോളത്തെ. അതെ 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 അതെ. പിന്നീട് എനിക്ക് തോന്നുന്നു നമ്മളന്ന് ആ റാത്തോഗിന്റെ കില്ലും ഒക്കെ കണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ കാണുന്നത് ഒരു കസ്കസ് ബോയ്സിലെ ഒരു ആ മെയില് വന്ന് വേറൊരു വാട്ടർ ബക്കിനെ കില്ല് ചെയ്ത് അത് പ്രിസർവ് ചെയ്തതാണ്. അപ്പം അതിന്റെ അതിന് കില്ലിനെ കാവൽ ഗാർഡ് നിൽക്കുന്ന ചെയ്തിട്ട് ഗാർഡ് നിൽക്കുന്ന. ചെയ്ത് നിൽക്കുന്ന സീനാണ് നമ്മൾ കാണുന്നത് അല്ലേ, അതെ സൈറ്റിംഗ് ആണ് ഉണ്ടായിരുന്നത്. എനിക്കൊന്ന് അന്ന് തന്നെയാണ് നമ്മൾ കുറച്ച് ആനകൾ വെള്ളം കുടിക്കുന്നതും കുറെ ആനകൾ ഈ വാട്ടർ പറഞ്ഞ പോലെ റിലീസുമായിട്ട് വാട്ടർ റിലീസ് വാട്ടർ കഴിക്കുന്നതും ലില്ലീസ് തിന്നുന്നതും കുറച്ച് അതുപോലെ മറ്റേ തന്നെ ഇന്റിമേറ്റ് മൊമെന്റ്സും ഒരു റൈറ്റ് കമ്പുമായിട്ടുള്ള ഇന്റിമേറ്റ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കൊമേഴ്സും കാര്യങ്ങളൊക്കെ കാണുന്നത് അങ്ങനെ അതെ അന്നാണ്. ഡേ ഫോർ ആണ്. ഡേ ഫോർ ഡേ ഫോർ അതാണ് ഡേ ഫോറിന്റെ ഹൈലൈറ്റ് എന്ന് തോന്നുന്നു അല്ലേ. കറക്റ്റ് കറക്റ്റ്. ഡേ 5 ഈ പറഞ്ഞ പോലെ കുറച്ച് ഫോഗി നമ്മൾ ആയിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്ലേ. കറക്റ്റ് അന്നത്തെ ഫോഗിയായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഡേ ആ കുറച്ച് ഫോഗി ആയിരുന്നു. ഫോഗിനിടയിൽ നമുക്ക് നല്ലൊരു ലയണിനെയോ എല്ലാം എന്തെങ്കിലും കിട്ടുമായിരുന്നു കിട്ടുമോ എന്ന് നോക്കി. അറിയാനായിട്ട് നമ്മൾ കുറേ ഡ്രൈവ് ചെയ്ത് ഓർമ്മയുണ്ടോ? നമ്മൾ പിന്നെ കുറെ ടോപ്പീസിനെയും കുറെ സീബ്രാസിനെയൊക്കെ ടോപ്പീസിന് കണ്ടു. സീബ്രസിനാണ് നമുക്ക് കാണാൻ പറ്റിയത്. ആ സൺറൈസ് അതെ ഫോഗിന്റെ മുകളിലേക്ക് സൺറൈസ് വരുന്നതും നമുക്ക് നല്ലൊരു 1-2 ഫ്രെയിംസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അവിടെ ഉം. എസ്പെഷ്യലി അല്ലേ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതെ നമ്മൾ അതെ അതെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ കുറെ ഹിപ്പോസിനെ കണ്ടു അല്ലേ. ഹിപ്പോ ഒരു പൂളിൽ പോയി.
ഹിപ്പോ പിന്നെ ഒരു പ്രോട്ടോകോൾ. മാര ട്രയാങ്കിൾ എന്നൊരു ചീറ്റയാണെന്ന് പറഞ്ഞു നമ്മുടെ ഗൈഡ്. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. ഒരു ചീറ്റയൊക്കെ ഉണ്ട്. ആ ചീറ്റയുടെ പുറകിൽ നമ്മൾ കുറേ സമയം പോയി. ആ ആ, പിന്നെ നമ്മൾ അതുപോലെ തന്നെ ടോപ്പി പ്രൈഡിന്റെ മെയിൽ ആൻഡ് ഫീമെയിൽ അതെ, അവരുടെ ഒരു മീറ്റിംഗ് അതിനെല്ലാം മുന്നേ നമ്മൾ നല്ല നേരം വെളുത്ത് വരുന്ന സമയത്ത് ആദ്യം കാണുന്നത് ഹിപ്പോസിന് തൊട്ട് മുന്നേ കാണുന്നത് ഒരു ഫീമെയിൽ ലയണും രണ്ട് വിത്ത് കപ്സും കപ്സ് ആയിരുന്നു. വിത്ത് കപ്സ്. അതെ അതിന്റെ കുറച്ച് നല്ല മൊമെന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അഡോറബിൾ മൊമെന്റ്സ് തന്നെ. അത് അതെ ഒരുപാട് നേരം നീണ്ടു നിന്നില്ല, ഒരു 5 അതെ മിനിറ്റ്സ് അതെ അതെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് അതെ തന്നെ മതിയായിരുന്നു. അതെ. അപ്പം പിന്നീട് എന്താണ് നല്ലൊരു ഒരു മൊമെന്റ് അവിടെ നമ്മൾ ടോപ്പി പ്രൈഡിനെ കണ്ടു. ടോപ്പി പ്രൈഡിന്റെ മീറ്റിംഗ് കാണാൻ പറ്റി. ആ അല്ല, അതെ, മീറ്റിംഗ് വളരെ ഈ പറഞ്ഞ പോലെ മെയിൽ ആൻഡ് ഒരു ഫീമെയിലിന്റെ. ബുഷിനിടയ്ക്കായിരുന്നു. അപ്പൊ നമ്മുടെ ആ ഫോട്ടോസ് ഒന്നും അത്ര ഗംഭീരമാണെന്ന് എനിക്ക് അല്ല പറയാൻ പറ്റില്ല. അതെ, പക്ഷെ അത് ഫോട്ടോസ് അല്ല, അതൊരു ലൈക്ക് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ. എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടിയാൽ അതെ മതി അല്ലെ, അതെ അതെ കുറച്ച്. അതെ. അപ്പൊ എന്നാലും ഞങ്ങൾക്ക് നമ്മള് കഴിഞ്ഞ 24 ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് കുറച്ചും കൂടി ഓപ്പണിലായിരുന്നു. ഇത് ഓപ്പൺ കുറച്ച് ആയിരുന്നു, ഇത് ക്ലോസ്ഡ് കുറച്ച് എൻവയോൺമെന്റ് ആയിരുന്നു. അപ്പൊ നമ്മുടെ ക്ലോസ്ഡ് എൻവയോൺമെന്റ് ആണ്. കറക്റ്റ്. അപ്പൊ അവർ എനിക്ക് കുറച്ച് തോന്നുന്നു നല്ലൊരു പ്രൈവസി. അതെ, ഒരു വൈഡ് ആംഗിളിലൊക്കെ ഷോട്ട് എടുക്കാൻ നമ്മൾ ട്രൈ ചെയ്തു. പക്ഷെ ട്രൈ ചെയ്തു. അതെ ആ, അതെ. അത് അതെ, കഴിഞ്ഞ് നമ്മളൊരു മാഷ് പ്രൈഡിനോട്ട് പോയി. മാഷ് പ്രൈഡ് മാർഷ് ലയൻസിനെ പ്രൈഡ് കണ്ടു. ടെറർ അല്ലേ, ടെറർ കുറച്ച് ഫേസ് ഉള്ള അഗ്രസീവ് ആയിരുന്നു ഫീമെയിൽസ് അല്ലേ? ഫീമെയിൽസ് ആണ്. പ്രത്യേകിച്ച് അതെ ഫീമെയിൽസ് അതെ അതെ കുറച്ച് അതെ. അഗ്രസീവ് ആയിരുന്നു. ആൻഡ് നമ്മുടെ അഗ്രസീവ്. ഗൈഡും പറഞ്ഞു അവർ കുറച്ച് അഗ്രസീവ് ആണ്. അതെ അതെ. സോ നമ്മൾ അത് അധികം കുറച്ച് അവിടെ ടൈം ഡിസ്റ്റൻസ് ഒക്കെ സ്പെൻഡ് മെയിൻറ്റെയിൻ ചെയ്തില്ലെന്നാണ് ചെയ്ത്. എൻ്റെ ഓർമ്മ. കുറച്ച് കറക്റ്റ് ഡിസ്റ്റൻസ് കറക്റ്റ് മെയിൻറ്റെയിൻ കറക്റ്റ്. ചെയ്ത് നമ്മൾ ജസ്റ്റ് കണ്ട് നമ്മൾ നേരെ പോവുകയാണ് ചെയ്തത്. അതെ. ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഡേ 3-ലാണോ ഡേ 4-ലാണോ നമ്മൾ ഒരു സെർവൽ കേറ്റിന്റെ കുറെ മൊമെന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡേ അല്ലെ, നമുക്ക് 3-ലാണെന്ന് തോന്നുന്നു. അതെ അതെ. നമ്മളെ നമ്മള് നം- മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സെർവൽ കാറ്റിനെ കാണുമ്പോൾ. അതിന്റെ കുറെ നല്ല ഷോട്ടുകളൊക്കെ കിട്ടുന്നുണ്ട്, കുറച്ച് മൊമെന്റ്സും ഷോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെ ആ നമുക്ക് കക്ഷി കുറച്ച് ഈ സെർവൽ കാറ്റ് കുറച്ച് ഷൈ ആയിരുന്നെങ്കിലും നമ്മള് അതെ. ആ, അന്ന് ആ കുറച്ച് ഒരു ഓപ്പൺ ഏരിയയിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കൊന്നും നമ്മൾ അതുകൊണ്ട് വലിയ ശല്യമൊന്നും നമ്മുടെ ഒരേ ചെയ്യാതെ. ഒരു നമ്മുടെ ജീപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സഫാരി വണ്ടി മാത്രം, നമ്മുടെ ക്രൂസർ ലാൻഡ് ക്രൂസർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം അതെ 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 പുള്ളിക്കാരൻ വലിയ പ്രശ്നമില്ലാണ്ട് അങ്ങനെ ഇരുന്നു. പക്ഷേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബാക്കി കുറച്ച് വണ്ടികൾ വന്നപ്പോൾ ആശാൻ പതുക്കെ അവിടെ നിന്ന് അതെ സ്ഥലം കാലിയാക്കി. അതെ. അപ്പൊ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എനിക്കത് ഇതൊക്കെയാണ് മേജർ ഹൈലൈറ്റ്സ് അല്ലേ. അതെ പിന്നീട് നമ്മൾ ലാസ്റ്റ് നമുക്ക് പോകുന്നത് ലൈക്കിപ്പിയിലേക്കാണ്. ലൈക്കിപ്പിയിലെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ പോലെ അതെ, ഗിസയും കുട്ടികളും അല്ലെ, രണ്ട് കപ്സും. അതാണ് എനിക്ക് അവിടുത്തെ മെയിൻ. കപ്സിന്റെ റീസെന്റ് ഞാനൊരു വാർത്ത വെച്ചു. ഇപ്പം സ്വരൂപ് കണ്ടാ പറഞ്ഞോടാ, അത് കപ്സിനെ ഓടിക്കാൻ നോക്കുന്നുണ്ടെന്നുള്ളൊരു ആ ഒരു റീസെന്റ് അത് ഒരു ലൈക്ക് അത് റിപ്പോർട്ട് അത്രയും വന്നിട്ടുണ്ടായിരുന്നു. വലുതായി. അതെ, അത്രയും വലുതായി. എനിക്കത് ഒരു 1.5 വയസ്സാകുമ്പോഴാണ്, അല്ലെ, ഉം. 1.5 to 2 അതെ അതെ, വയസ്സിനുള്ളിൽ 2 ലെപ്പേർഡ് വയസ്സാകുമ്പോഴേക്കും. അതെ കപ്സിനെ ഒഴിവാക്കും ലെപ്പേർഡ്. അതെ 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 അപ്പം വന്നിട്ട് അപ്പം എനിക്കൊന്ന് അത് അടുത്ത മീറ്റിംഗ് സമയത്തേക്കുള്ള പ്രിപ്പറേഷനും കൂടിയാണ് അത്. ഒന്നില് ആയിരിക്കണം. അതെ മീറ്റ് തീർച്ചയായും. ചെയ്തിട്ടുണ്ടായിരിക്കണം, അത് പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരിക്കണം. അതെ, അപ്പോഴാണ് ഇത് കൂടുതൽ അഗ്രസീവായിട്ട് ഇതിനെ ഓടിച്ചുവിടാൻ ശ്രമിക്കുക. ശ്രമിക്കുന്നത്. അതെ അല്ല, അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു അതാണ് ലേറ്റസ്റ്റ് ന്യൂസ് അവിടുന്ന് വരുന്നത്. അപ്പം നമുക്ക് കുറെ, ഓക്കെ. എനിക്കിത് 2-3 ദിവസം ഗിസയുടെ കുറെ ഷോട്ടുകളും അതെ അതെ. വീഡിയോസും അല്ലെ, അതെ, അതായിരുന്നു അതിന്റെ ഗിസ ആയിരുന്നു എക്സ്പീരിയൻസ് അവിടുത്തെ ഹൈലൈറ്റ്. ഹൈലൈറ്റ്. റൈറ്റ്. അപ്പം പിന്നെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് അവിടുത്തെ തന്നെ കുറച്ച് ലൈൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആ, അവിടെ വേറൊരു സ്പെഷ്യൽ അനിമൽ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ അവിടുത്തെ അവിടുത്തെ തന്നെ ജിറാഫിന്റെ അതിന്റെ റെറ്റിക്കുലേറ്റഡ് സീബ്രാസ്, റെറ്റിക്കുലേറ്റഡ് സീബ്ര റെറ്റിക്കുലേറ്റഡ്, കറക്റ്റ് കറക്റ്റ്. അല്ല സോറി, ജിറാഫിനും സീബ്രയും റെറ്റിക്കുലേറ്റഡ് പ്രത്യേകതയുണ്ട്. ജിറാഫാണ്. പിന്നെ റെറ്റിക്കുലേറ്റഡ് നോർത്ത്, ജിറാഫും പിന്നെ ആ സീബ്രയുടെ സ്ട്രൈപ്പിന് വ്യത്യാസമുണ്ട് അല്ലെ, അവിടുത്തെ സ്ട്രൈപ്പിന് വ്യത്യാസമുണ്ട്. അത് നോർത്തേൺ കെനിയയിൽ കാണുന്ന ടൈപ്പ് സീബ്രാസ് ആണ്. കാണുന്ന ടൈപ്പ് സീബ്രാസ് ആണ്. അപ്പം അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് അതെ തന്നെ അതെ. മാര പോലെ ഒരു ടെറൈൻ അല്ല അല്ല, അത് ലൈക്കിപ്പിയ. എൻറ്റയർലി ഹില്ലി ഡിഫറെന്റ്. മാരയും മൗണ്ടൻ അംബോസിലിയും ലൈക്കിപ്പിയും എൻറ്റയർലി ഡിഫറെന്റ് ടെറൈൻസ് ആയിരുന്നു. ഡിഫറെന്റ് ആണ്. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. അത് ഹില്ലി ഏരിയ ആണ്. ഹില്ലി, അത് നമ്മള് മാത്രമല്ല അങ്ങോട്ടേക്കുള്ള തിക് ആ ബുഷ് ഒരു ആണ്. ജേണി, കറക്റ്റ്. ഓ അതൊരു അതൊരു വേറൊരു വേൾഡാ. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. അത് അപ്പം എക്സ്പീരിയൻസും വളരെ ഡിഫറെന്റ് ആയിരുന്നു. അത് അതെ തീർച്ചയായും. അല്ലെ, ഒരു ഹില്ലി ഏരിയ ആണ്. ലാൻഡ്സ്കേപ്പ് അതെ എൻ്റയർലി ഡിഫറെന്റ് ആണ്. അതെ. നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഷോട്ടുകളുടെ മാരേനെ പോലെ എല്ലാ ക്യാമറയും എല്ലാ ഷോട്ടും ട്രൈ ചെയ്യാൻ ഇല്ല പറ്റത്തില്ല. ഇല്ല. നമുക്ക് മിക്കവാറും ഒരു വൈഡ് ആംഗിളിലായിരിക്കും നമ്മൾ മിക്കവാറും ഷോട്ടുകളെല്ലാം കൂടുതലും എടുക്കുന്നത് എനിക്ക് തോന്നുന്നു കൂടുതൽ അല്ലെ. നമ്മൾ 70-200-ലായിരിക്കും കൂടുതൽ. കുറച്ച് ഗീസ 70-200 കുറച്ച് അക്കോമഡേറ്റിംഗ് ആയ കാരണം, സഫാരി വെഹിക്കിൾസിന് അക്കോമഡേറ്റിംഗ് ആയ കാരണം കുറച്ച് നമുക്ക് അത്യാവശ്യം നല്ല ഷോട്ട്സ് കിട്ടിയിട്ടുണ്ട്. ഈവൻ ദോ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫ്രെയിംസ് എല്ലാം കുറച്ച് ക്ലട്ടേഡ് ആണെന്നുണ്ടെങ്കിലും അതെ കുറച്ച് നല്ല മൊമെന്റ്സ് കിട്ടിയിട്ടുണ്ട്. അതെ. അപ്പൊ ഇതൊക്കെ ഇതാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാനല്ലേ. അതെ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ നൈറോബി നമ്മൾ വൈൻഡപ്പ് ചെയ്ത നൈറോബിയിലാണ് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ട്രെയിനും വൈറ്റ് ട്രെയിനും. ഓർമ്മയുണ്ട്, ആ വൈറ്റ് ട്രെയിനും അതെ. ആണ്. 2 വൈറ്റ് ട്രെയിനും, അമ്മയും അച്ഛനും കുട്ടിയും അല്ലെ, കുട്ടിയും കൂടി അവരുടെ ഒരു കുറെ അരമണിക്കൂർ മൊമെന്റ്സ്. നമ്മൾ സ്പെൻഡ് ചെയ്തു സൺറൈസിന്റെ അതെ അതെ അടുത്ത്. അതെ അതെ. പിന്നെ അവര് പിന്നെ ആ ഇറങ്ങുന്നതിനും. ആ കാഫ് ഓർമ്മയുണ്ടോ, കാഫ് ഗുസ്തി ചെയ്യാൻ പഠിക്കുന്ന അതെ കുറെ അതെ, കുറെ അത് നല്ല മൊമെന്റ്സ് ഫണ്ണി ഉണ്ടായിരുന്നു. മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അതെ
അതെ അതൊരു റിവർ സൈഡിലായിരുന്നു. പിന്നെ എനിക്കൊന്ന് പോകുന്നതിന് മുമ്പ് നമ്മളൊരു ചീറ്റയും കണ്ടു, ഒരു ചീറ്റയും കണ്ടു, കറക്റ്റ്. കുറച്ച് പക്ഷേ ദൂരത്ത്. ലാസ്റ്റ് നമ്മുടെ ആ വന്ന നമ്മളെ കൊണ്ടുപോയ സഫാരി വെഹിക്കിള് ഒരു സിംഹത്തിന്റെ മുന്നിൽ ഒന്ന് ഓഫായി പോയി, ഓർമ്മയുണ്ടോ? ആ അത് ശരിയാ. പിന്നെ എനിക്ക് ഓഫായി ഓർമ്മയുണ്ട്. പോയി. ആ നമ്മള് പിന്നെ ശരിക്കും ഭാഗ്യത്തിന് പറഞ്ഞാൽ പേടിച്ചു, എന്ത് ചെയ്യുന്ന അതെ. അറിയാതെ അല്ലേ. അപ്പൊ ഉം. എനിക്കൊന്ന് ഒരു ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു 2 റേഞ്ചേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അവിടെ അവിടെ ഉണ്ടായിരുന്നത്. അതെ, അവർ അവര് വന്ന് വന്ന് നമ്മളെ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്തു, ചെയ്തു. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അതെ അതെ. നമ്മൾ പിന്നെ വണ്ടി നിർത്താതെ, എങ്ങും നിർത്താതെ നമ്മൾ എയർപോർട്ടിലേക്ക് പിന്നെ അതെ, പിന്നെ നേരെ പിന്നെ തിരിച്ച് എയർപോർട്ടിലാണ് പിന്നെ നമ്മൾ വണ്ടി നിർത്തിയത്. വണ്ടി നിന്നത്. അതെ, കാരണം ഇനി എല്ലാവർക്കും വണ്ടി ഓഫ് ഇഷ്ടംപോലെ ആതിരിക്കും. സമയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് നൈറോബി കൂടെ കവർ ചെയ്യാൻ പറ്റിയത്. അതെ അതെ അതെ, ഉം. സത്യം. അതെ. അപ്പം ആ, അടിപൊളി എക്സ്പീരിയൻസ്, ഗംഭീര എക്സ്പീരിയൻസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മള് അല്ലേ അതെ, അടുത്ത് നമുക്ക് ഇനി ഒരു എപ്പിസോഡിലല്ലേ നമുക്ക് ബേർഡിങ്, രണ്ടുപേരും ബേർഡേഴ്സ് ആണ്, ബേർഡിങ് അതെ ഫോട്ടോഗ്രാഫി ട്രൈ ചെയ്യുന്നവരാണ്. നമുക്ക് കുറച്ച് അതെ ബേർഡിങ് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അതെ കണ്ടാലോ? അതെ തീർച്ചയായും. അപ്പോൾ ആഫ്രിക്കൻ എക്സ്പീരിയൻസ്, നമ്മുടെ 2025 ആഫ്രിക്ക എക്സ്പീരിയൻസ് നമ്മൾ ഈ എപ്പിസോഡ് കൂടെ അവസാനിപ്പിക്കുകയാണ്. വൈൻഡപ്പ്. ഇനിയും ഒരുപാട് പറയാനുണ്ടെങ്കിലും സമയത്തിൻ്റെ ഇത് കണക്കിലെടുത്ത് നമ്മൾ നിർത്തുകയാണ്. വേറൊരു ദിവസം വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. എനിക്കൊന്ന് നമുക്ക് അടുത്ത എപ്പിസോഡ്സിൽ നമുക്ക് ബേർഡിങ്ങിനെ കുറിച്ച് കൂടുതൽ, ലോക്കൽ ബേർഡിങ് ആയെങ്കിലും അതുപോലെ സിബു ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ബേർഡിങ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. ഒരു അപ്പോൾ കോസ്റ്ററിക്ക അങ്ങനത്തെ ബേർഡിങ് ഒരു ട്രൈ ചെയ്തിട്ടുണ്ട്. അതെ അതെ, അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് UK-യിലും ഉള്ള ബേർഡിങ്ങിനെ പറ്റി ആയാലും അതുപോലെ സിബുവിൻ്റെ ഫീനിക്സിലുള്ള ബേർഡിങ്ങിനെ പറ്റിയൊക്കെ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെന്താ. അപ്പൊ അപ്പോൾ ശരി, അപ്പം അപ്പോൾ അടുത്ത എല്ലാവർക്കും എപ്പിസോഡിൽ കാണാം. ഓക്കെ, എല്ലാവർക്കും താങ്ക്സ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.